HSST പോലൊരു എക്സാമിന് CCA ചൂസ് ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവും എന്താണ് ആസ് ആൻ ആസ്പിറന്റ് എന്ന നിലയിൽ ഐശ്വര്യക്ക് തോന്നി, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പമുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഒരുപക്ഷെ CC എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യസന്ധമായിട്ട് പറയാം കിട്ടില്ല ഒരുപക്ഷെ. കാരണം നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് ഇത്രയും കുറവ് ടൈമിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല. അതായത് ഓൾറെഡി വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നുകൊണ്ട് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്കത് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഒരു ദിവസം നമ്മുടെ ആഡ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചത്. അപ്പൊ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു വേണമെങ്കിൽ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വാക്ക് എനിക്ക് എന്തോ തോന്നി ഇത് വേണമെന്ന്. പിന്നെ എനിക്ക് എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നോട്ട്സ്, കാരണം അത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഇതായിരുന്നു. മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് അതായിരുന്നു. വാരി വലിച്ച് നമുക്ക് നോട്ട്സ് കിട്ടിയിട്ട് കാര്യമില്ല. പലരും പറഞ്ഞു ഞങ്ങൾ ഒരുപാട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെ തുടങ്ങണം എന്ന് പറയണം, അതേപോലെ എവിടെ അവസാനിപ്പിക്കണം എന്നും. കാരണം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ വാരി വലിച്ച് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ CC എനിക്ക് ചൂസ് ചെയ്തതിൽ എല്ലാ സാറുമാരും, പിന്നെ മെന്റർഷിപ്പ് എടുത്ത് പറയണം, ആര്യ മിസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ പ്രസാദ് സാർ ആയിക്കോട്ടെ, രണ്ടുപേരും ഒരേപോലെ നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെന്റർഷിപ്പാണ് മെയിൻ ആക്ച്വലി. കാരണം നമുക്ക് പഠിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഒറ്റയ്ക്ക് എൻ്റെ കാര്യം വർക്കിംഗ് അല്ല, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. ഏത് നിമിഷം വിളിച്ചാലും CCയുടെ മെന്റേഴ്സ് നമ്മളെ സഹായിച്ചിരുന്നു.